മക്കളെ, ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നതിന് മുമ്പേ ഞാനൊരു വചനം എഫേസ്യറിന്റെ പുസ്തകത്തിൽ നിന്ന് 2-ാം അധ്യായത്തിൽ നിന്ന് ചില വാചനങ്ങൾ വായിച്ചിട്ട് പിന്നെ ഞാൻ പറയാം. എഫേസ്യർ 2-ന്റെ ആദ്യത്തെ വചനം: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ഞാനും ഈ രക്ഷയിലേക്ക് വരാൻ ഇടയായത്. അതുകൊണ്ട് എൻ്റെ സാക്ഷി ഞാൻ അന്നൊരിക്കൽ പറഞ്ഞു, പക്ഷെ പാസ്റ്റർ പറഞ്ഞു കുറച്ച് കൂടുതലായിട്ട് തെളിവായിട്ട് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാക്ഷ്യം പറയുന്നതിന് മുമ്പേ എനിക്ക് മുമ്പേ എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് ഈ വിശ്വാസത്തിൽ വന്നത്. അതുകൊണ്ട് ഞാൻ ജനിച്ച അത് കേരളത്തില് പാലക്കാട് എന്നുള്ള ഒരു സ്ഥലത്താണ് ജനിച്ചത്. അവിടെയാണ് വളർന്നത്. ജനിച്ചത് മദ്രാസിലാണ്. അതിനു മുമ്പേ ഞാൻ എൻ്റെ അമ്മയുടെ അനുഭവം ആദ്യം, ഞങ്ങൾ കേരളത്തിലെ പാലക്കാട് എന്നുള്ള സ്ഥലത്തിൽ ഒരു വില്ലേജിലാണ്. അവിടെയാണ് ഞാൻ എൻ്റെ അമ്മയും എൻ്റെ ഗ്രാൻഡ് പാരൻസുമായിട്ട് ഇരിക്കുന്ന സമയത്ത് അമ്മ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹിന്ദു വിശ്വാസത്തിലാണ്. ഞങ്ങളൊരു നായർ കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. അപ്പൊ അമ്മ നല്ല വിശ്വാസം, അവരുടെ ദൈവത്തിലുള്ള വിശ്വാസവും പൂജയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു അമ്മയാണ്. അമ്മയ്ക്ക് ചെറുപ്പത്തിൽ തന്നെ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഭാവി തനിക്ക് ഉണ്ടായിരിക്കണം, നല്ലൊരു ഫ്യൂച്ചർ തനിക്ക് ലഭിക്കണം. വളരെ കഷ്ടവും പ്രയാസവും ദാരിദ്ര്യവും ഒക്കെ ഉള്ള ഒരു വീട്ടിലാണ്. അതുകൊണ്ട് തനിക്ക് തന്റെ ഭാവി നന്നായിട്ടിരിക്കണം എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടെ അമ്മച്ചി വളരെ പൂജകളും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അതെല്ലാം ചെയ്തു. അതിന്റെ അമ്മയുടെ വിവാഹത്തിന്റെ സമയമായപ്പോൾ അമ്മയ്ക്ക് ഒരു പ്രൊപ്പോസൽ വന്നു. അത് എൻ്റെ ഫാദർ, പുള്ളിക്കാരൻ മദ്രാസിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ബ്രൂക്ക് ബോണ്ട് ടീ കമ്പനിയിലാണ് എൻ്റെ ഫാദർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അമ്മയ്ക്ക് ഈ പ്രൊപ്പോസൽ, അമ്മയുടെ ബ്രദറും എൻ്റെ ഫാദറും അവർ ഒന്നിച്ച് ഫ്രണ്ട്സ് ആയിരുന്നുകൊണ്ട് അതുമൂലമായിട്ടാണ് അമ്മയ്ക്കായിട്ട് ഈ പ്രൊപ്പോസൽ നടന്നത്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് അമ്മ മദ്രാസിലേക്ക് വന്നു. നല്ലതായിട്ട് സന്തോഷമായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം ഒരു മകനെ പ്രസവിച്ചു. ആദ്യത്തെ ആൺകുട്ടിയാണ് പ്രസവിച്ച് നാട്ടിൽ വന്ന് വീട്ടിലാണ് വന്നത് പ്രസവത്തിനായിട്ട്. അമ്മയുടെ അമ്മയും അവരെല്ലാവരുമാണ് എല്ലാം ടേക്ക് കെയർ ചെയ്തു. പക്ഷേ പ്രസവം കഴിഞ്ഞ ഉടനെ ആദ്യത്തെ ആൺകുട്ടി അത് മരിച്ചുപോയി. അത് അമ്മയ്ക്ക് വളരെ ദുഃഖമായി പോയി. പക്ഷേ എങ്കിലും പിന്നീട് വീണ്ടും തിരിച്ച് മദ്രാസിലേക്ക് പോയി. പിന്നെ രണ്ടാമത് എന്നെ ഗർഭിണിയായി എൻ്റെ അമ്മ. എനിക്ക് 4 മാസമായ സമയത്ത്, എന്നെ 4 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എൻ്റെ ഫാദറിന് പെട്ടെന്ന് ലങ്സിൽ ഒരു വല്ലാത്തൊരു അസ്വാസ്ഥ്യം വന്നിട്ട് അതിന് മരുന്നൊന്നും ഇല്ല. എന്തെല്ലാമോ ചികിത്സകളെല്ലാം ചെയ്തു, പക്ഷെ ഒന്നും കേട്ടില്ല. അവസാനം എൻ്റെ ഫാദർ മരിച്ചു. അപ്പം എൻ്റെ അമ്മയുടെ വിവാഹ ജീവിതം 2 വർഷത്തിന്റെ ഉള്ളിൽ, 2 വർഷം കൂടെ പൂർത്തിയായില്ല. അതിനു മുമ്പേ കൊച്ചു മരിച്ചു. ആദ്യത്തെ ആൺകുട്ടിയും മരിച്ചു. പിന്നെ രണ്ടാമത് എൻ്റെ ഫാദറും മരിച്ചു. ഇത് അമ്മയ്ക്ക് വല്ലാത്ത ഒരു പ്രയാസമായി പോയി. ഇത്രയും ദൈവങ്ങളെല്ലാം ഞാൻ വിശ്വസിക്കുകയും ഇത്ര പൂജയെല്ലാം ചെയ്യുകയും എല്ലാം ചെയ്തിട്ടും എനിക്ക് ഇങ്ങനെ ഒരു ജീവിതമാണല്ലോ വന്നത് എന്ന് വളരെ എൻ്റെ അമ്മ ദുഃഖപ്പെട്ട് എന്നെ പ്രസവിച്ചത് മദ്രാസിലായിരുന്നു. അപ്പം വളരെ ദുഃഖത്തോടു കൂടെ എനിക്ക് എൻ്റെ ഫാദറിനെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കാരണം എന്നെ ഗർഭിണിയായിരിക്കുമ്പോഴാണ് അമ്മ മരിച്ചത്. അതുകൊണ്ട് അമ്മയ്ക്ക് വളരെ ദുഃഖമായിരുന്നു. അപ്പം എൻ്റെ ഗ്രാൻഡ് പാരൻസ് മദ്രാസിൽ അവരുടെ അമ്മയുടെ ഒരു സഹോദരന്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ട് ഇരുന്നത്. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, ഇനി ഞാൻ എങ്ങനെയാണ് ഈ കുഞ്ഞിനെ വളർത്തണം എങ്ങനെയാണെന്ന് പറഞ്ഞ് അമ്മ എന്ത് ചെയ്തു, അമ്മ ഒരു വീട്ടുജോലി ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ട് എന്നെ എൻ്റെ ഗ്രാൻഡ് പാരൻസിന്റെ കയ്യിൽ കൊടുത്തിട്ട് അമ്മ ഒരു വീട്ടുജോലിക്ക് പോയി. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അമ്മ, അതിൽ കൂടുതൽ പഠിപ്പില്ല. അതുകൊണ്ട് എന്താ ജോലി ചെയ്യാൻ കിട്ടും, അതുകൊണ്ട് ഒരു വീട്ടുജോലിക്ക് പോയി. കാരണം എനിക്ക് പാല് വാങ്ങിച്ചു കൊടുക്കാനോ മറ്റെന്തെങ്കിലും എൻ്റെ ചെലവിനായിട്ട് വല്ലതും വേണമെന്നും പറഞ്ഞ് അമ്മ ഒരു ജോലിക്ക് പോയി. മദ്രാസിലാണ് ഇതെല്ലാം നടന്നത്. അപ്പോൾ ജോലിക്ക് പോയ സമയത്ത്
ആ ജോലി ചെയ്ത ആ വീട്ടുകാര് അവരൊരു സിറിയൻ ക്രിസ്ത്യൻസ് ആയിരുന്നു. നാട്ടിൽ പറയുമല്ലോ, സിറിയൻ ക്രിസ്ത്യൻസ്, ജേക്കബൈറ്റ്സ്, അങ്ങനെ ഒരു കുടുംബത്തിലായിരുന്നു അമ്മ പോയിരുന്നത്. അവിടെ പോയി അതൊരു ഡോക്ടർ ഫാമിലി ആയിരുന്നു. പക്ഷെ അമ്മ അവിടെ രാവിലെ മുതൽ കൊണ്ട് ജോലി ചെയ്യും. രാവിലെ എല്ലാം ചെയ്യണം, ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം, ഉച്ചയ്ക്കുള്ള ഭക്ഷണം, വൈകുന്നേരത്തെ ഭക്ഷണങ്ങൾ എല്ലാം ഉണ്ടാക്കണം. അന്നത്തെ കാലത്ത് ഇത് 1950 ഒക്കെ ഉള്ള സമയത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇലക്ട്രിസിറ്റി ഒന്നുമില്ല ആ സമയത്ത്. എല്ലാറ്റിനും എല്ലാ കാര്യം കൊണ്ടും അടുപ്പ് വിറക് വെച്ച് വേണം എല്ലാം ഊതി എല്ലാം ചെയ്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനും എല്ലാം. അപ്പൊ ഇങ്ങനെ എല്ലാം കഷ്ടമായിരുന്നു. അമ്മയ്ക്ക് വളരെ കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ജോലി ചെയ്ത് രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ഇത്രയും ലേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെയും രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, പണി തുടങ്ങണം. ഇങ്ങനെ താഴെ പോയിട്ട് വെള്ളം കോരി, കുടത്തിൽ വെള്ളം കോരി മേലിൽ കൊണ്ടുവരണം. ഇങ്ങനെയെല്ലാം വളരെ കഷ്ടപ്പെട്ട ജോലി ഇരുന്ന സമയത്ത് അമ്മയ്ക്കങ്ങ് വല്ലാതെ മനസ്സങ്ങ് ഇടിഞ്ഞു പോയി. ഞാൻ ഇനി എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ഞാനും എൻ്റെ പൈതലുമായിട്ട് ഞാൻ എങ്ങനെയാ ഇനി ഞങ്ങൾ ജീവിക്കുന്നതെന്നും പറഞ്ഞ് അമ്മ ഒരു ദിവസം അവിടെ താമസിക്കുന്നതിന്റെ അടുത്തായിട്ട് തന്നെ ഒരു ബീച്ചുണ്ട്. അപ്പൊ അമ്മ ഓർത്തു, ഞാനും എൻ്റെ ഈ കുഞ്ഞിനെ, എൻ്റെ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി ഞങ്ങൾ പോയി ആത്മഹത്യ ചെയ്തളയാ എന്ന് അമ്മ മനസ്സിൽ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജീവിച്ചിട്ട് ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞ് വളരെ തീരാത്ത ദുഃഖം അമ്മയ്ക്ക് സഹിക്കാൻ വയ്യാതെ അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ഒരു ദിവസം ഇരുന്നു. അമ്മ ഇങ്ങനെ ഇന്ന് ജോലികളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് തക്ക സമയം നോക്കിക്കൊണ്ട് അമ്മ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ അവര് യാക്കോബക്കാരാണെങ്കിലും കൂടെ അവരുടെ വീട്ടില് എന്നും വൈകിട്ടും ഒരു കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ അമ്മ അവരുടെ കുടുംബ പ്രാർത്ഥനയിലൊന്നും താൻ പോകാറില്ല. കാരണം താൻ ഹിന്ദു വിശ്വാസമായതുകൊണ്ട് അവരുടെ ഇതിലൊന്നും പോയി ചേരാൻ പോകുന്നില്ലായിരുന്നു. അവര് പ്രാർത്ഥിക്കും, അവരുടെ കാര്യങ്ങൾ നോക്കും, പോകും, വരും. അവരും അമ്മയോട് യേശു ക്രിസ്തുവിനെ പറ്റിയിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു ദിവസം അമ്മ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു പുസ്തകം അവിടെ കിടക്കുന്നത് കണ്ടു, മലയാളത്തില്. അപ്പൊ അമ്മ ഒന്ന് ചുമ്മാ നോക്കി, അതൊരു മലയാളത്തിലുള്ള ഒരു പുസ്തകമാണല്ലോ എന്ന് പറഞ്ഞു നോക്കിയപ്പോ ആ പുസ്തകത്തിന്റെ മുകളില് സുവിശേഷ ധ്യാനമാല എന്ന് പറഞ്ഞ ഒരു പുസ്തകമായിരുന്നു അത്. അപ്പൊ അത് ചുമ്മാ നമ്മളൊന്ന് ഒന്ന് പേപ്പർ ഒന്ന് മറിച്ചു നോക്കിയത് എന്താ ഇതെന്ന് നോക്കിയപ്പം അതില് ഒരു വചനം അതിലകപ്പെട്ടു, അമ്മയ്ക്ക് കണ്ണിലകപ്പെട്ടു. അത് യെരമ്യാവിന്റെ പുസ്തകത്തിന്റെ 8-ാം അധ്യായത്തില് ചില വചനങ്ങളാണ്. അതായത് 8-ാം അധ്യായത്തില് 20-ാമത്തെ വചനം, കൊയ്ത്ത് കഴിഞ്ഞു, കലശേഖരവും കഴിഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടതുമില്ല. എന്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു. സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ, അവിടെ വൈദ്യനില്ലയോ? എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നത് എന്ത്? ഇങ്ങനെ ആ വാക്യങ്ങള് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് അമ്മ വായിച്ചു. അതിന്റെ താഴെ ഒരു ചെറിയ മെസ്സേജ്, ഒരു രക്ഷയെക്കുറിച്ചുള്ള ഒരു ചെറിയ മെസ്സേജ് ഉണ്ടായിരുന്നു. ഇത് അമ്മ വായിച്ചു. ഇത് വായിച്ചിട്ട് അമ്മയ്ക്ക് ഒന്നും പ്രാർത്ഥിക്കാനോ പറയാനോ ഒന്നും അറിയില്ല. ഏതായാലും അമ്മ അത് വായിച്ചു കഴിഞ്ഞ് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പേ അമ്മ ഒരു വാക്ക് പ്രാർത്ഥിച്ചു, യേശുവേ, ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞ് അമ്മ കിടക്കാൻ പോയി. കിടന്ന് രാവിലെ എഴുന്നേറ്റ സമയത്ത് അമ്മയുടെ ഹൃദയത്തിന് ഒരു വളരെ സമാധാനം തോന്നി. സമാധാനം തോന്നുന്നത് മാത്രമല്ല, പോയി ഇങ്ങനെ ആത്മഹത്യ ചെയ്യണം അങ്ങനെയുള്ള ചിന്തകളൊന്നും അമ്മയ്ക്ക് വന്നില്ല. വളരെ ഒരു സമാധാനത്തോടുകൂടി അമ്മ ജോലി ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാസത്തിലൊരിക്കല് എന്നെ കാണാനായിട്ട് വരും എൻ്റെ ഗ്രാൻഡ് പാരൻസിന്റെ അടുത്ത്. അപ്പോൾ അമ്മ നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വൈകുന്നേരമാണ് വന്നുകൊണ്ടിരുന്നത്, ഇരുട്ടാവാറായി. അപ്പൊ നടന്നു വന്നുകൊണ്ട് ബസ് ഇറങ്ങി നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് കുറെ യൗവനക്കാരായ ആൺകുട്ടികള് അവര് പരസ്യയോഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ പരസ്യയോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ അവിടെ അതിന്റെ അടുത്ത് പോയി നിന്നു, അവരെന്താ പറയുന്നതെന്ന് കേൾക്കാനായിട്ട്. അപ്പൊ അവര് കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം അവര് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ അത് അവിടെ നിന്ന് മുഴുവനും കേട്ടിട്ട് അമ്മയ്ക്ക് വളരെ അത് കേട്ടപ്പം അമ്മ അവിടെ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പാപം ഞാനൊരു പാപി തന്നെയാണെന്ന് പറഞ്ഞ് അവിടെ കരഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ നിന്നു. അപ്പൊ അവര് യങ് പീപ്പിൾ ആയതുകൊണ്ട് അമ്മയും വളരെ യങ്ങാണ്, 21 22 വയസ്സേ ഉള്ളൂ. അപ്പൊ അവര് പറഞ്ഞു, സഹോദരി വിഷമിക്കണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കാം, യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്ക്. എന്താ അമ്മയോട് ചെറുതായിട്ടൊരു സുവിശേഷം അമ്മയോടും പറഞ്ഞു. അമ്മ അതും കഴിഞ്ഞ് വീട്ടിൽ എന്നെ കാണാൻ വന്നതിന് പൈസ എന്തെങ്കിലും എൻ്റെ ഗ്രാൻഡ് പാരൻസിന്റെ കയ്യിൽ കൊടുത്ത് തിരിച്ചും പോയി. അങ്ങനെയായിട്ട് ഇരുന്നു. അപ്പോ അമ്മ എന്ത് ചെയ്തു, വീട്ടിൽ വന്ന് അവരോട് ആദ്യം പോയിട്ട്
ഈ അവരുടെ ആ വീട്ടു ഓണറിനോട് പറഞ്ഞു, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഉടനെ അവർക്കൊരു ഒരുമാതിരി ഭയമായിപ്പോയി. അവര് പറഞ്ഞു, അയ്യോ നിന്റെ ആൾക്കാരെല്ലാം ഹിന്ദുക്കളാണല്ലോ, നിന്റെ സഹോദരന്മാരും അവരും ഇവരെല്ലാരും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പ്രയാസപ്പെടുത്തുകയോ വല്ലതും ഞങ്ങളെ ഉപദ്രവിക്കുകയോ ഒന്നും വല്ലതും ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ നിന്നോട് പറഞ്ഞിട്ട് ഈ മാറിയതൊന്നും അല്ല, നീ തന്നെ. അമ്മ പറഞ്ഞു, സാരമില്ല, നിങ്ങൾ പറഞ്ഞിട്ടല്ല ഞാൻ മാറിയത്, ഞാൻ തന്നെ കേട്ടു, ഞാൻ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം കേട്ടു, ദൈവം എനിക്ക് സമാധാനം തന്നു, ഞാൻ ഈ യേശുവിനെയാണ് ഇനി മുതൽ കൊണ്ട് ഞാൻ വിശ്വസിക്കാൻ പോകുന്നത് എന്ന് അമ്മ അവരോട് പറഞ്ഞു. അവർ പിന്നെ ഒന്നും പറയാൻ പോയില്ല. അപ്പൊ അമ്മ എന്ത് ചെയ്തു, ഇത് ഞാൻ മറ്റുള്ളവരോട് എങ്ങനെയെങ്കിലും പറയണമെന്ന് പറഞ്ഞിട്ട് ആദ്യം പോയിട്ട് അമ്മയുടെ സഹോദരിയുടെ അടുത്ത്, അവര് വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്, മദ്രാസിൽ നിന്നും ഒരു 100 മൈല് അപ്പുറത്തായിട്ടാണ് അവർ താമസിക്കുന്നത്. അപ്പൊ അമ്മയുടെ സഹോദരിയാണ്, അതാണ് ഇളയ സഹോദരിയാണ്. ആ സഹോദരിയുടെ അടുത്ത് പോയിട്ട് ഞാൻ ഈ കാര്യം പറയാം എന്ന് പറഞ്ഞ്, കാരണം അമ്മയുടെ സഹോദരി ഒരു ക്രിസ്ത്യൻ, തമിഴ് ക്രിസ്ത്യൻ മാനെ ലവ് ചെയ്ത് കല്യാണം കഴിച്ചതാണ്. അത് കാരണം അവിടെ കുടുംബത്തിലുള്ള ആരും അമ്മച്ചിയുടെ സഹോദരിയോട് സംസാരിക്കും, എന്റെ കൊച്ചമ്മയോട് ആരും സംസാരിക്കുന്നില്ലായിരുന്നു. അമ്മയും സംസാരിക്കില്ല, സഹോദരങ്ങൾ സംസാരിക്കില്ല, അവരുടെ പാരന്റ്സ് സംസാരിക്കില്ല, ആരും സംസാരിക്കില്ലായിരുന്നു. കാരണം ക്രിസ്തീയ വിശ്വാസത്തിൽ പോയി തമിഴാളെ കല്യാണം കഴിച്ചു, ഇങ്ങനെയുള്ള ഒരു കാരണത്താൽ അപ്പൊ അമ്മയും സംസാരിക്കില്ലായിരുന്നു. പക്ഷെ യേശു ക്രിസ്തുവിൽ താൻ വിശ്വസിച്ചു എന്ന് കണ്ടപ്പം ആദ്യം അമ്മ പോയത് അമ്മയുടെ സഹോദരിയുടെ അടുത്താ പോയത്. പോയിട്ട് അവരോട് പറഞ്ഞു, ഞാൻ യേശുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആ കൊച്ചമ്മയുടെ അമ്മായിയപ്പൻ നല്ലൊരു ദൈവഭക്തനാണ്. അവര് പോകുന്ന ചർച്ച് ലൂത്രൻ ചർച്ചാണ് അവർ പോകുന്നത്. പക്ഷെ പുള്ളിക്കാരൻ അമ്മയോടത് കേട്ടപ്പം അമ്മയുടെ ആ സാക്ഷ്യം പറഞ്ഞത് കേട്ടപ്പം പുള്ളിക്കാരന് വളരെ സന്തോഷമായി. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, നീ ഞങ്ങളുടെ ചർച്ചിൽ വരണ്ട, ഞാൻ നിന്നെ ഒരു ചർച്ചിലേക്ക് ഞാൻ നിന്നെ പറഞ്ഞു വിടാം, നീ അവിടെ പോയിട്ട് അവരോട് എല്ലാ കാര്യങ്ങളും പറയേ, നിനക്ക് വേണ്ടിയത് എന്താ അവർ ചെയ്യേണ്ടത്, സ്നാനസാക്ഷിയോ അങ്ങനെയുള്ളതൊക്കെ നിനക്ക് അവർ പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സഭ എന്ന് വെച്ചാൽ സത്യം പഠിപ്പിക്കുന്ന ഒരു സഭ, അതായത് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ഒരു കർത്തൃദാസൻ ബ്രദർ ഭക്ത സിംഗ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു സിംഗ് വിശ്വാസത്തിൽ നിന്ന് 1930 രക്ഷിക്കപ്പെട്ട് മദ്രാസിൽ വന്ന് സുവിശേഷം അറിയിച്ച അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെട്ട് അവിടെ ഒരു സഭായോഗം കൂടിയതാണ്. ആ സ്ഥലത്തേക്കാണ് എന്റെ അമ്മയെ കൊണ്ടുപോയത്. ആ പുള്ളിക്കാരൻ വേറൊരു ആള് മുഖാന്തരമായിട്ട് അമ്മയെ ആ സഭയിൽ അവിടെ കൊണ്ടുപോയപ്പോ അവിടെ എൽഡേഴ്സ് ആണുള്ളത്, എൽഡേഴ്സ് ഡീക്കൻസ്. അപ്പം അവിടെ പോയിട്ട് അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അമ്മ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ഹിന്ദു ആയിരുന്നു, എനിക്ക് ഈ വിശ്വാസത്തിൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു. അപ്പൊ അവര് അത് പരിശോധിക്കാനായിട്ട്, വാസ്തവമായിട്ടും ഇത് യഥാർത്ഥമായിട്ട് അമ്മ ഈ രക്ഷ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് കുറച്ച് നാള് അവര് പരിശോധിച്ചു കൊണ്ടിരുന്നു. അമ്മ പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണെന്ന് അറിഞ്ഞപ്പോ അമ്മയ്ക്ക് അവര് വിശ്വാസ സ്നാനം കൊടുത്തു. കൊടുത്ത് അവിടെ അമ്മ അങ്ങനെ കൂട്ടായ്മ ആചരിക്കാനും അതേ സമയത്ത് ജോലിക്ക് പോകാനും പിന്നെ അമ്മയ്ക്ക് വളരെ ഉത്സാഹമായി ട്രാക്റ്റുകൾ എവിടെ പോയാലും ട്രാക്റ്റ് എടുത്തുകൊണ്ട് പോയിട്ട് എല്ലാവർക്കും കൊടുക്കാനും അങ്ങനെ വളരെ ആത്മീയമായിട്ട് അമ്മ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് എൻ്റെ ഗ്രാൻഡ് പാരൻസിന് എൻ്റെ അങ്കിൾമാർക്ക് ഇവർക്കെല്ലാം വളരെ എതിർപ്പായിരുന്നു ഇതില്. കാരണം ഞങ്ങളുടെ നാട്ടില് ക്രിസ്ത്യാനികളെ ഇല്ല. പാലക്കാട് ഞാൻ വളർന്ന സ്ഥലത്ത് ഒരു ക്രിസ്ത്യാനികളില്ല, മുഴുവനും നായർ കുടുംബങ്ങളാണ്. അപ്പോ അവർക്ക് തോന്നിയത് എൻ്റെ അമ്മ വിശ്വാസത്തിൽ വന്നത് അവർക്കൊരു വല്ലാത്ത പോരായ്മയായി പോയി, അവരുടെ കുലത്തിനൊരു പോരായ്മയായി പോയി എന്ന് പറഞ്ഞ് അവർക്ക് അമ്മയോട് ഭയങ്കര ദേഷ്യവും പ്രയാസവുമായിട്ട് അവർ പറഞ്ഞു, ഈ കുഞ്ഞിനെ അവിടെ അടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ അവള് പിന്നെ ക്രിസ്ത്യാനിയാക്കും, അതുകൊണ്ട് വേഗം നാട്ടിലോട്ട് കൊണ്ടുപോകണം അവളെ എന്നും പറഞ്ഞ് എന്നെ എടുത്തോണ്ട് എൻ്റെ ഗ്രാൻഡ് പാരൻസ് പാലക്കാട് നാട്ടിലേക്ക് വന്നു. എൻ്റെ അമ്മയുടെ അടുത്ത് എന്നെ വിട്ടില്ല. അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അമ്മ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി. അത് ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും പറഞ്ഞിട്ട് ഒരു ബൈബിൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ചെറിയ ജോലി കിട്ടി, കുക്കിംഗ് ഒക്കെ ചെയ്തു കൊടുക്കാനായിട്ട്. അവിടെ അനേകര് കേരളത്തിൽ നിന്നുള്ളവരും തെലുങ്കിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എല്ലാവരും ബൈബിൾ പഠിക്കുന്നതിനായിട്ട് അവിടെ വരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് അമ്മ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും വർഷത്തിലൊരിക്കൽ എന്നെ കാണാനായിട്ട് വരും അവിടെ. അപ്പൊ ഞാൻ അവിടെയാണ് എൻ്റെ 9ാം ക്ലാസ് വരയ്ക്കും ഞാൻ പഠിച്ചത് പാലക്കാടാണ്, മലയാളത്തിലാണ് പഠിച്ചത്. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ട് എൻ്റെ ഗ്രാൻഡ് പാരൻസോട് കൂടെ ഇരുന്ന് ഞാനും അതേ ഹിന്ദു വിശ്വാസത്തില് ക്ഷേത്രത്തിൽ പോകാനും
പൂജ ചെയ്യാനും എല്ലാം. പക്ഷെ അമ്മയുടെ ഭക്തി പോലുള്ള അത്ര ഭക്തിയൊന്നും എനിക്കില്ലായിരുന്നു. ഞാൻ വളരെ സിമ്പിളാ. പിന്നെ എൻ്റെ ഗ്രാൻഡ് പാരൻസ് പറയുന്നതുകൊണ്ട് ഞാൻ അങ്ങ് പോകും, പോയി എല്ലാം ദൈവത്തിനെ എല്ലാം ആരാധിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. ഇങ്ങനെയും ഞാൻ പോയി. അപ്പോൾ 9 വയസ്സ് 9ാം ക്ലാസ്സിൽ കഴിയാറാവുന്ന സമയത്ത് എൻ്റെ ഗ്രാൻഡ് മദർ പെട്ടെന്ന് മരിച്ചു. 71 72 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. മരിച്ച സമയത്ത് അമ്മയുടെ ഫാദർ പറഞ്ഞു, എനിക്ക് ഇനി ഇവളെ വെച്ചുകൊണ്ട് എന്നെ കൊണ്ട് നോക്കാൻ സാധിക്കില്ല. അമ്മ ഗ്രാൻഡ് മദർ മരിച്ചു, അതുകൊണ്ട് നീ അമ്മയ്ക്ക് ലെറ്റർ എഴുതി നീ വന്ന് നിന്റെ മകളെ കൂട്ടിക്കൊണ്ട് പോയിക്കോ, എന്നെ കൊണ്ട് നോക്കാനൊക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അമ്മ ശരി തീരുമാനിച്ചു, എന്നെ മദ്രാസിലേക്ക് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു. എനിക്കാണെങ്കിൽ ഒരു വാക്ക് തമിഴ് അറിയില്ല, ഒന്നും അറിയില്ല. ഏതായാലും എന്നെ മദ്രാസിലേക്ക് കൊണ്ടുവന്ന ഉടനെ എൻ്റെ അമ്മയുടെ ഒരു ബ്രദർ മദ്രാസിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ ബ്രദർ അമ്മയോട് പറഞ്ഞു, ഞാൻ അവളെ എൻ്റെ പേര് കോമളം എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ കോമളത്തിനെ ഞാൻ നിന്റെ അടുത്തേക്ക് ഞാൻ അയക്കില്ല. എൻ്റെ അമ്മയുടെ പേര് പാഞ്ചാലി എന്നാണ്, ഹിന്ദു നെയിം. വിശ്വാസത്തിൽ വന്ന് രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ വന്ന് സ്നാനം എടുത്തപ്പം അവര് അമ്മയ്ക്ക് എസ്തർ എന്ന് പേര് കൊടുത്തു. അപ്പം എൻ്റെ അമ്മാവൻ പറഞ്ഞു, ഞാൻ അവളെ നിന്റെ അടുക്കൽ അയക്കില്ല, കാരണം നീ അവളെ കൊണ്ടുപോയി ക്രിസ്ത്യാനിയാക്കും. അതുകൊണ്ട് അവളെ എൻ്റെ അടുത്ത് നിൽക്കണം, കാരണം അവർക്ക് മക്കളില്ല. അതുകൊണ്ട് എനിക്ക് മക്കളില്ലാത്തതുകൊണ്ട് അവൾ എൻ്റെ കൂടെ എൻ്റെ മകളെ പോലെ അവൾ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് അധികം ഒന്നും എതിർത്ത് പറയാനായിട്ടുള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു. മൂത്ത ജ്യേഷ്ഠനാണ്, വളരെ ബഹുമാനമാണ് ജ്യേഷ്ഠന്മാര് അന്ന് അവിടെ എല്ലാം നാട്ടിലൊക്കെ. അതുകൊണ്ട് അമ്മ അത് ശരിയെന്ന് പറഞ്ഞ് വിട്ടു. അങ്ങനെ ഞാൻ അമ്മാവിന്റെ കൂടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിൽ അവിടുന്നാണ് ഞാൻ പിന്നെ തുടർന്നുള്ള സ്കൂൾ പഠിത്തം. അവിടെ തമിഴ്നാട്ടിലെ മലയാള സ്കൂൾ ഉണ്ടായിരുന്നു, അവിടെ തന്നെ ചേർത്തി അവിടെ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. രാവിലെ പോകുന്ന സമയത്ത് എന്നെ നിർബന്ധിച്ച് പറയും, നെറ്റിയിൽ പൊട്ടിട്ടുകൊണ്ട് തന്നെ പോണം, പൊട്ട് മായ്ക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് എന്നെ വളരെ നിർബന്ധിച്ചൊക്കെ അയക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഒരു ദിവസം അമ്മ വന്നു. നേരെ ഒരു 2 വർഷം കഴിഞ്ഞ സമയത്ത് അമ്മ വന്ന് ജ്യേഷ്ഠനോട് പറഞ്ഞു, ഞാൻ എൻ്റെ മോളെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ വിട്ടു. ഞാൻ എത്ര നാളാണ്, എനിക്കുള്ളത് ഒരു മകളേ ഉള്ളൂ, എൻ്റെ ഭർത്താവും പോയി, അതുകൊണ്ട് അവളെ എൻ്റെ അടുത്തേക്ക് അയക്കണം. ഞാൻ എത്ര നാളാണ് എൻ്റെ മകളെ കാണാതെ ഞാൻ ഇരിക്കുന്നത് എന്ന് എൻ്റെ അമ്മാവനോട് പറഞ്ഞപ്പം അപ്പോൾ അമ്മാവൻ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ അയക്കാം, പക്ഷെ നീ അവളെ ഒരു നാളും ക്രിസ്ത്യാനിയാക്കാൻ പാടില്ല. നാട്ടിലെ ക്രിസ്ത്യാനികളെ എല്ലാം വിളിക്കുന്നത് നസ്രാണികൾ എന്നാണ്. അതുപോലെ അങ്ങനെയാ വിളിക്കുന്നത്, നസ്രാണികള്. ഞാൻ നാട്ടിലൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ ആരെങ്കിലും ഒരു അമ്മയ്ക്ക് അറിയുന്ന ആരെങ്കിലും ഒരു ക്രിസ്ത്യാനികളായിട്ട് ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് കണ്ടിട്ട് അമ്മ പറഞ്ഞയക്കും, അവളെ ഒന്ന് പോയി നോക്കിയിട്ട് വരും, അവൾ എങ്ങനെ ഇരിക്കണമെന്ന് അറിയാനെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരു ക്രിസ്ത്യൻസ് വന്ന് എന്നെ ഒന്ന് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ പോയ ഉടനെ എൻ്റെ ഗ്രാൻഡ് മദർ വെള്ളം എടുത്ത് അവിടെ എല്ലാം സ്പ്രിങ്കിൾ ചെയ്യും. ഇവിടെ എല്ലാം അശുദ്ധിയായി, ഇവർ വന്നിട്ട് ഈ നസ്രാണികൾ വന്ന് ഇവിടെ എല്ലാം അശുദ്ധിയായി. എന്നിട്ട് എൻ്റെ അമ്മ അവിടെ കിടന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ അമ്മയുടെ അമ്മ. അങ്ങനെ ഇരുന്ന സമയത്ത് അതുകൊണ്ടാണ് എൻ്റെ അങ്കിളും പറഞ്ഞു, നീ അവളെ നസറാണി ആക്കരുത്, അവളെ നീ നിന്റെ വിശ്വാസത്തിലൊന്നും കൊണ്ടുപോകരുത്, ചർച്ചിലേക്കൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള നിർബന്ധത്തോടുകൂടെ അമ്മയൊന്നും മിണ്ടിയില്ല, കൂട്ടിക്കൊണ്ടുവന്നു. ഞങ്ങളങ്ങനെ ഞാനും എൻ്റെ അമ്മയുമായിട്ട് ചെന്നൈയിൽ ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു മുറിയിൽ ഞങ്ങൾ 2 പേരും കൂടെ താമസിച്ച്, അമ്മ ജോലിക്ക് പോകും, ഞാൻ അവിടെ നിന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ എന്നെ എന്ത് ചെയ്തു, ഒരു സൺഡേ അമ്മ എന്നെ ചർച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അമ്മ പോയിക്കൊണ്ടിരുന്ന ആ സഭയിൽ കൊണ്ടുപോയിട്ട് ഒരു സൺഡേ സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നിടത്ത് എന്നെ അവിടെ വിട്ടു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അവർ ഇംഗ്ലീഷിലൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, തമിഴിൽ ഇടയ്ക്കിടയ്ക്ക് പറയും, പക്ഷെ എനിക്ക് ഒന്നും അധികം തിരിയുന്നില്ലായിരുന്നു. ഏതായാലും ഞാൻ ഇങ്ങനെ പോവുമായിരുന്നു. അമ്മ ഓരോ ആഴ്ചയും എന്നെ കൊണ്ടുപോകും, ഞങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരും. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അമ്മ രാവിലെയും വൈകിട്ടും ഒരു പാട്ടോ 1 2 പാട്ട് പാടും മലയാളത്തിൽ, എന്നിട്ട് ബൈബിൾ വായിക്കും. അന്ന് എന്തെങ്കിലും അമ്മ എന്നോട് കുറച്ച് പറയും. അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഒരു ദിവസം ഞായറാഴ്ച ആരാധനയ്ക്ക് പോയിട്ട് കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് വീട്ടിന്റെ കതവിന്റെ അടുത്തായിട്ട് എൻ്റെ അങ്കിൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ കാണാനായിട്ട് വന്നതാ. അപ്പം വന്ന ഉടനെ എന്നോട് ചോദിച്ചു, നീ എവിടെയാ പോയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനും അമ്മയും കൂടെ ചർച്ചിൽ പോയതാണെന്ന് പറഞ്ഞു.
അപ്പൊ അങ്കിള് പറഞ്ഞു, എന്നോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതല്ലേ, ഈ ചർച്ചിലും ഇതിലൊന്നും നീ പോകാൻ പാടില്ല, നമ്മുടെ വിശ്വാസം വിട്ട്, ഹിന്ദു വിശ്വാസം വിട്ടൊന്നും നീ പോകരുതെന്ന് ഞാൻ പ്രത്യേകിച്ച് നിന്നോട് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് അമ്മയെ വഴക്ക് പറഞ്ഞു. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഏതായാലും അമ്മാവൻ അവിടെ ഉള്ളിൽ കയറി ഇരുന്നു. അമ്മ പറഞ്ഞു വന്നിരിക്കണം, വീട്ടിന്റെ അകത്ത് ഇരിക്കണം എന്ന് പറഞ്ഞു. ഇരുന്നു, സംസാരിച്ചു. കുറെ നേരം സംസാരിച്ച് എന്നോട് പറഞ്ഞു, എനിക്ക് പ്രോമിസ് ചെയ്യണം, ഇനി നീ ചർച്ചിൽ പോവില്ല എന്ന് നീ പ്രോമിസ് ചെയ്യണം, എന്റെ തലയിൽ കൈവച്ച് നീ പ്രോമിസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ഭയമാണ്. അമ്മാവൻ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഭയമാണ്. അമ്മയുടെ മൂത്ത സഹോദരനാണ്, വളരെ റെസ്പെക്റ്റ് ആണ്. അതുകൊണ്ട് ഞാനും ഒരു ചെറിയ 10-16 വയസ്സേ ഉള്ളൂ എനിക്ക്. അപ്പൊ എന്റെ ഭയത്തിൽ ഞാനെന്ത് പറഞ്ഞു, ഞാൻ ശരിയെന്ന് പറഞ്ഞ് അമ്മയുടെ അങ്കിളിന്റെ എന്റെ അച്ഛന്റെ തലയിൽ ഞാൻ തലയിൽ കൈവച്ച് ഞാൻ ഇനി ചർച്ചിൽ പോവില്ല എന്ന് പറഞ്ഞ് ഞാൻ കൈവച്ച് പറഞ്ഞു. അപ്പം തനിക്ക് വലിയ സന്തോഷമായിട്ട് പോയി. അപ്പം പോയതിനു ശേഷം പിന്നെ അമ്മ ഒന്നും മിണ്ടിയില്ല. പക്ഷെ സൺഡേ വന്ന സമയത്ത് അമ്മ പറഞ്ഞു നമുക്ക് ചർച്ചിൽ പോകണം എന്ന് പറഞ്ഞ് അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ 1-2 ആഴ്ചകൾ കഴിഞ്ഞു, ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. പിന്നെയുണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ വീണ്ടും അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം താൻ വരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഇല്ല. അപ്പം ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. വന്ന ഉടനെ ചോദിച്ചു, നീ എവിടെയാ പോയത്? ഞാൻ പറഞ്ഞു ചർച്ചിൽ അമ്മയുടെ കൂടെ പോയതാണെന്ന് പറഞ്ഞു. ശരി, ഏതായാലും വീട്ടിന്റെ അകത്തോട്ട് കയറി അമ്മാവൻ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നിന്നോട് നീ ചർച്ചിൽ പോകാൻ പാടില്ല എന്ന്, നീ പോകില്ല എന്ന് എന്റെ തലയിൽ കൈവച്ച് നീ സത്യം ചെയ്തു. നീ സത്യം ചെയ്ത നീ ഇങ്ങനെ ഈ സത്യത്തെ നീ ബ്രേക്ക് ചെയ്തു, നീ അതിനെ ഇത് ചെയ്തു. അത് എന്റെ തലയ്ക്ക് അപകടമാണ്. നീ എന്റെ തലയ്ക്ക് അപകടം വരുത്തുന്നത് പോലെയാണ്. നീ തലയിൽ കൈവച്ച് ആണയിട്ടിട്ട് നീ അതിനെ കീപ്പ് ചെയ്തില്ലെങ്കിൽ അത് നീ എന്റെ തലയ്ക്ക് അപകടം വരുത്തുന്ന പോലെയാണ് എന്ന് പറഞ്ഞിട്ട് അമ്മയെ കുറെ ശകാരിച്ചു. അമ്മ പറഞ്ഞു, എനിക്ക് കർത്താവിനെ അറിയാൻ എനിക്ക് ഇടയായത് അതെല്ലാം ഒരു ദൈവത്തിന്റെ വഴിയാണ്. എന്റെ ഭർത്താവ് മരിക്കാനും ഇങ്ങനെയെല്ലാം ആകാനും എല്ലാം ദൈവം എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ സത്യദൈവത്തെ അറിയാനായിട്ട് എനിക്ക് ഇടയായത് എന്ന് എന്റെ അമ്മ തന്റെ ബ്രദറിനോട് പറഞ്ഞപ്പം പറഞ്ഞു, ഓ നീ ഭയങ്കര ധിക്കാരിയാണ്. എന്റെ ഭർത്താവ് മരിച്ചത് നിനക്ക് വളരെ സന്തോഷമായില്ലേ, അതുകൊണ്ട് ഇങ്ങനെ വരാനായിട്ട് നിനക്ക് എന്ത് ധിക്കാരമാണ് എന്ന് പറഞ്ഞ് അമ്മയെ കുറെ വഴക്ക് പറഞ്ഞു, എന്നെയും വഴക്ക് പറഞ്ഞു. അപ്പൊ പിന്നെയും ചോദിച്ചു നീ പോവോന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ നേരം ഭയന്നുകൊണ്ടാണ് ഇരുന്നതെങ്കിലും കൂടെ പെട്ടെന്ന് എന്റെ ജീവിതത്തിൽ എനിക്കൊരു ധൈര്യം അങ്ങ് വന്നു. ധൈര്യം വന്നിട്ട് ഞാൻ പറഞ്ഞു, എന്റെ അമ്മ വിശ്വസിക്കുന്ന ദൈവത്തെ ഞാനും വിശ്വസിക്കാൻ പോവുകയാണ്. എന്റെ അമ്മ പോകുന്ന സ്ഥലത്ത്, ആരാധിക്കാൻ പോകുന്ന സ്ഥലത്ത് ഞാനും പോകാൻ പോവാണെന്ന് പറഞ്ഞു. അത് 2 വാക്കേ ഞാൻ പറഞ്ഞുള്ളൂ. അത് പറഞ്ഞ ഉടനെ കേട്ട ഉടനെ എന്റെ അങ്കിൾ എഴുന്നേറ്റിട്ട് ഇതോടുകൂടെ എനിക്കും നിനക്കുമായിട്ട് യാതൊരു ബന്ധമില്ല, എന്റെ മുഖം നീ കാണില്ല, ഞാൻ നിന്നെ കാണില്ല, നീ എന്നെയും കാണില്ല, നമുക്ക് തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് വളരെ കോപത്തോടുകൂടെ എഴുന്നേറ്റ് പോയി. അതോടുകൂടെ തീർന്നു. പിന്നെ ഞാൻ അങ്ങനെയാണ് ആ സഭയിൽ പോകാനായിട്ട് ആരംഭിച്ചത്. അവിടെ ഇരുന്നാണ് ഞാൻ കർത്താവിനെ കുറിച്ച് കുറേശ്ശെ കേൾക്കാനും വിശ്വസിക്കാനും, അമ്മയുടെ കൂടെ ഇരുന്നുകൊണ്ട് എനിക്ക് ബൈബിൾ വായിക്കാനും അറിയാനും എല്ലാം എനിക്കിടയായി. അപ്പോൾ ഞാൻ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചു എന്ന് അമ്മ പറഞ്ഞപ്പോൾ അവിടുത്തെ മൂപ്പന്മാരെല്ലാരും കൂടെ ചേർന്ന് ശരി, ഇവർക്ക് സ്നാനസാക്ഷി കൊടുക്കണം, അവള് ദൈവത്തെ വിശ്വസിക്കുന്നവളാണല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് അവിടെ വിശ്വാസ സ്നാനം തന്നു. എനിക്ക് പേര് റൂത്ത് എന്ന് പേരിട്ടു. കാരണം റൂത്ത് അങ്ങനെയാണ് ചെയ്തത്. റൂത്ത് അമ്മായിയമ്മയോട് എന്തോ പറഞ്ഞു, നിന്റെ ദൈവം എന്റെ ദൈവം, നീ പോകുന്നിടത്ത് ഞാനും പോകും. അതേ വാക്കാണ് ഞാനും പറഞ്ഞത്. അത് ആ ബൈബിളിലുള്ളത് പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ അത് തന്നെ, ആ വാക്ക് തന്നെയാണ് ഉച്ചരിച്ചത്. എന്റെ അമ്മ വിശ്വസിക്കുന്ന ദൈവത്തെ ഞാൻ വിശ്വസിക്കും. എന്റെ അമ്മ ആരാധിക്കാൻ പോകുന്ന സ്ഥലത്ത് ഞാനും എന്റെ അമ്മയുടെ കൂടെ പോകും. അതേപോലുള്ള വാക്ക് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അവർ പേരിട്ട് തന്നു, റൂത്ത് എന്ന് പേരിട്ടു. അങ്ങനെയാണ് എന്റെ ജീവിതം കർത്താവിലേക്ക്, അങ്ങനെയാണ് ഞാൻ വരാനിടയായത്. അതിനുശേഷം പിന്നെ പല പ്രശ്നങ്ങള് കുടുംബത്തിൽ നിന്ന് പലതും ഉണ്ടല്ലോ, വിശ്വാസത്തിൽ വരുമ്പം അങ്ങനെ പല കാര്യങ്ങൾ അല്പമായിട്ടെല്ലാം വരും. അതെല്ലാം കടന്നുപോയി. എങ്കിലും കർത്താവ് എന്നെ കൈവിട്ടില്ല, അമ്മയെ കൈവിട്ടില്ല. ഞങ്ങളെ ദൈവം വളരെ അനുഗ്രഹിച്ചു. എനിക്ക് പഠിക്കാനുള്ളതായ കൃപ തന്നു. പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ
എനിക്ക് പിന്നെ അമ്മയ്ക്ക് പിന്നെ വളരെ വിഷമമായി. ഇനി 19 വയസ്സായി, എനിക്ക് വിവാഹം ചെയ്യണമല്ലോ, ഒരു മകളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ വളരെ പ്രാർത്ഥനയോട് ദൈവത്തോട് പ്രാർത്ഥിച്ച് കണ്ണുനീരോടുകൂടെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. വചനങ്ങള് എല്ലാം, പ്രോമിസുകളെല്ലാം ചോദിച്ചിട്ട്. അപ്പം ഒരു ദിവസം അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. അപ്പം ആ 1 ശമൂവേലിന്റെ ഒരു 17ലാണ് ഞാൻ ദാവീദ് രാജാവിനോട് പറഞ്ഞത്, ഞാൻ നിനക്ക് ഒരു ഭവനം പണിയുമെന്ന്. ആ ഭവനം പണിയെന്നുള്ള ആ വാക്ക് അമ്മ ആ വചനം എടുത്ത് ആ വചനത്തെ വെച്ച് ക്ലെയിം ചെയ്ത് എനിക്ക് വേണ്ടി എനിക്കൊരു കുടുംബം കർത്താവേ നീ പണിയണം, എനിക്കൊരു മകളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അമ്മ വളരെ പ്രാർത്ഥിച്ച് ആ വാഗ്ദത്തം കർത്താവ് കൊടുത്തു, ഞാൻ നിനക്കൊരു ഭവനം പണിയുമെന്ന്. അങ്ങനെയാണ് എനിക്ക് ഒരു വിവാഹ ജീവിതം അവിടെ സഭയിൽ വന്നുകൊണ്ടിരുന്ന എന്നെ പോലെ ഒരു ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് വന്ന ഒരു സഹോദരനായിട്ടാണ് എന്നെ കല്യാണം കഴിപ്പിച്ചത്. തമിഴ് സഹോദരനാണ്. അപ്പോ അമ്മ എന്ത് ചെയ്തു, അവര് നമ്മുടെ അമ്മാച്ചന്മാരെല്ലാം നമ്മളോട് കോപിച്ചാലും എന്ത് ചെയ്താലും നിനക്കൊരു വിവാഹം നടക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ എല്ലാം പോയി പറയാൻ പോവുകയാണ്, ഇങ്ങനെ നിനക്ക് വിവാഹം നടക്കാൻ പോവുകയാണ്, അവരെ ഞാൻ ക്ഷണിക്കണം, എൻ്റെ സഹോദരന്മാരല്ലേ ഞാൻ ക്ഷണിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അമ്മ പോയി എല്ലാരെയും ക്ഷണിച്ചു. പക്ഷെ അവരാരും വന്നില്ല. അവർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഒന്നാമത് ഞാൻ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നു, രണ്ടാമത് ഞാനൊരു തമിഴ് ആളെയാണ് കല്യാണം കഴിക്കുന്നത്. ഇതിലെല്ലാം അവർക്ക് വളരെ വിരോധമായിരുന്നു. അതുകൊണ്ട് ആരും വന്നില്ല. എൻ്റെ അമ്മയുടെ സഹോദരി മാത്രം വന്ന് എൻ്റെ കല്യാണം അറ്റൻഡ് ചെയ്തു. പക്ഷേ കർത്താവിന്റെ കൃപയാൽ അവിടെ സഭയിലുള്ള എല്ലാവരും ഞങ്ങൾ ഓപ്പൺ ഇൻവിറ്റേഷൻ ആണ് കൊടുത്തത്. സഭയിൽ 100-100 പേര് വരുന്നവരാണ്. അവരെല്ലാവരും വന്നിരുന്നു. നല്ല വിധത്തിൽ കർത്താവ് കല്യാണം എല്ലാം നടത്തി ഞങ്ങളെ അങ്ങനെ അല്പമായിട്ട് അനുഗ്രഹിച്ച് ഞങ്ങൾക്കൊരു ചെറിയ ഒരു ഭവനം ഉണ്ടായിരുന്നു അവിടെ. ആ ഭവനത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾക്ക് ഇവിടെ ആരാധനയ്ക്ക് പോകാനായിട്ട്, ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്തേക്ക് വരാനായിട്ട് 2 ബസ്സൊക്കെ കയറി വേണം പോകാൻ. അപ്പോഴേക്കും മൂത്ത മകൻ ആദ്യത്തെ മകൻ ജനിച്ചു കഴിഞ്ഞു. ഈ കുഞ്ഞിനെയൊക്കെ കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഒരു സഭ തുടങ്ങാമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചു. അമ്മയും ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ ഒരു ചെറിയ സഭ ഒഴിവാക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. കർത്താവ് അതിനുള്ള എല്ലാ വഴികളും ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്തു തന്നു. അല്പമായിട്ടുള്ള വിശ്വാസികൾ അവിടങ്ങളിലെല്ലാം കൂടിയിരിക്കുന്ന വിശ്വാസികൾ കുറച്ച് പേരായിട്ട് വന്ന് അവിടെ ഒരു സഭ തുടങ്ങി. പിന്നെ അവിടെ ഞങ്ങൾ അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അമ്മയ്ക്ക് ഈ അമേരിക്കയിലേക്ക് വരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഒരു വിശ്വാസ കുടുംബമാണ്, ഒരു ബ്രദർ ആൻഡ് ബിലീവേഴ്സ് ആണ്. അവര് ഇവിടെ ഹസ്ബൻഡും വൈഫും മക്കളുമായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് അവരുടെ കുട്ടികളെ നോക്കാനായിട്ട് ഒരു ബേബി സിറ്റിംഗ് പോലെയും ഇച്ചിരി അല്പം വീട്ടുകാര്യങ്ങൾ എന്തെങ്കിലും കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്തു കൊടുക്കാനായിട്ടും ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പം അമ്മയോട് പറഞ്ഞു, അവരുടെ ആ കൊച്ചമ്മ പറഞ്ഞു, നിനക്കൊന്ന് പോയി എൻ്റെ മകളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ അമേരിക്കയിൽ, അവൾക്ക് ആവശ്യമുണ്ട് വീട്ടിലേക്ക് ഒരു സഹായത്തിന്. അമ്മ പറഞ്ഞു ഞാൻ പോകാം എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അമ്മ അമേരിക്കയിൽ 1973 അമ്മ അമേരിക്കയിലേക്ക് വന്നത്. ന്യൂജേഴ്സി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു വന്ന് താമസിച്ച് അവരോട് കൂടെ നിന്നു. 5 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ അമ്മ വന്നു എന്നെ കാണാനായിട്ട്, ഞങ്ങൾ എല്ലാവരെയും കാണാനായിട്ട് വന്നു. പിന്നീട് തിരിച്ചും വന്ന് അപ്പൊ അവര് പറഞ്ഞു, നീ സിറ്റിസൺഷിപ്പ് എടുക്ക്, ഇത്രയും നാളായിട്ട് നീ ഇവിടെ ഇരിക്കുന്നല്ലോ, നീ സിറ്റിസൺഷിപ്പ് എടുത്താൽ നിന്റെ മകളെയും കുടുംബത്തെയും കൂടെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അമ്മ വന്ന് ഒരു 5 കൊല്ലത്തിന് ശേഷം അമ്മ സിറ്റിസൺഷിപ്പ് എടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ഫയൽ ചെയ്യാനായിട്ട് അമ്മ തീരുമാനിച്ച് ഞങ്ങൾക്ക് ലെറ്റർ എഴുതി. അപ്പൊ ഞങ്ങൾക്ക് വരാൻ അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. കാരണം നമുക്ക് ഈ അമേരിക്കയിൽ വന്നാൽ നമുക്ക് ഭാഷയൊന്നും പറയാൻ അറിയില്ല. പിന്നെ ഞങ്ങളൊന്നും വലിയ എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ല. നമുക്ക് എന്നാ ജോലിയൊക്കെ കിട്ടാൻ അവിടെ എല്ലാം പോയാൽ അമ്മയോട് പറഞ്ഞു, വേണ്ടാമ്മേ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം, ഏതായാലും ഇവിടെ ഞങ്ങൾക്കൊരു ജോലിയുണ്ട്, ദൈവം സഹായിച്ചിട്ട് ദൈവം ഒരു വഴി ഒരുക്കി തന്നിട്ടുണ്ട്, ഒരു ചെറിയ വീടുണ്ട്, അത് മതി, ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നാണ്. അമ്മ പറഞ്ഞു, അല്ല ഞാൻ പ്രോമിസ് എല്ലാം ദൈവത്തിൽ നിന്ന് വാഗ്ദത്തങ്ങളെല്ലാം ചോദിച്ച് വാങ്ങിച്ചിട്ടാണ് ദൈവം. പിന്നെ അമ്മ ഒരുപാട് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പം സങ്കീർത്തനത്തിന്റെ ഒരു സെക്കൻഡ്, സങ്കീർത്തനത്തിലെ ഒരു വചനമുണ്ടല്ലോ, 29 ഒരു വചനം,
29-ന്റെ ഇല്ല 27-ന്റെ 27-ന്റെ 27-ആണോ 26? അതെനിക്ക് എവിടെ അങ്ങ് കിട്ടുന്നില്ല. യഹോവ ഭക്തനായ പുരുഷന് അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം അവന് കാണിച്ചു കൊടുക്കും എന്നുള്ള ഒരു വചനമാണത്. 29-ആണോ 27-ആണോ എനിക്കറിയുന്നില്ല. 25-ലാണ്. 25-ന്റെ 12 യഹോവ ഭക്തനായ പുരുഷൻ ആര്? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. ഈ വാഗ്ദത്തം അമ്മയ്ക്ക് ദൈവം കൊടുത്തു. അങ്ങനെ അമ്മ പ്രാർത്ഥിച്ച് ആ വാഗ്ദത്തവും പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ഫയൽ ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങള് 1980 വർഷം ഞങ്ങൾ ഇവിടെ വരാനായിട്ട് ഇടയായി. അപ്പം ഞങ്ങൾ വന്നു. കർത്താവ് ഞങ്ങൾ വന്നിറങ്ങി. ഞങ്ങൾക്ക് വളരെ സഹായങ്ങള്, ദൈവമക്കളുടെ സഹായങ്ങൾ, ഇവിടെയുള്ള ദൈവമക്കൾ, അമ്മയ്ക്ക് അറിയുന്നവര് അനേക ദൈവമക്കളുടെ സഹായങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് സ്ഥലമെല്ലാം ഇവിടെ ഒരു ന്യൂയോർക്കിലൊരു അപ്പാർട്ട്മെന്റ് എല്ലാം കിട്ടി. പിന്നെ ജോലിയെല്ലാം തിരക്കാനായിട്ടെല്ലാം ശ്രമിച്ചു. വളരെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ആദ്യം ജോലി കിട്ടാനും എല്ലാം. എനിക്കാണെങ്കിൽ ഭയങ്കര കണ്ണുനീരായിരുന്നു. എന്തിനാണപ്പാ ഇവിടെ വന്നത്? നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാരെയും കാണാം, ഇവിടെ ഒരു മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കണമല്ലോ എന്നെല്ലാം ഓർത്ത് ഇങ്ങനെയൊക്കെ ഞാൻ വിഷമിക്കുമായിരുന്നു. ഏതായാലും കർത്താവ് ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ജോലി തന്നു. ഒരു ചെറിയ ജോലിയാണ് ആദ്യം തുടങ്ങിയത്. എന്നാലും കർത്താവ് ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. എന്നാലും കർത്താവ് ഒരു കമ്പനിയിൽ എനിക്ക് ജോലിക്കായിട്ടൊരു ഇന്റർവ്യൂ വന്നു. അപ്പം എനിക്ക് വളരെ ഭയമായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയില്ലല്ലോ കർത്താവ്, ഞാൻ എങ്ങനെയാണ് പോയി എന്താണ് ചോദിക്കാം, അവരെന്താണ് എന്നോട് ചോദിക്കാൻ പോകുന്നു, ഞാൻ എന്താ മറുപടി പറയാൻ പോകുന്നു എന്നല്ല എൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു വിഷമമൊക്കെ ആയിരുന്നു. ഏതായാലും ഞാൻ ഇന്റർവ്യൂവിന് പോയി. ഒരു വൈറ്റ് മാൻ ആയിരുന്നു ഇന്റർവ്യൂ നടത്തിയത്. ഒത്തിരി നീളവും പിന്നെ കണ്ണെല്ലാം നല്ല നീല നിറത്തിലുള്ള ഒരാള്. അപ്പം എനിക്കാണെങ്കിൽ അവരുടെ മുമ്പിൽ പോയിരുന്നാൽ ഞാൻ ഒന്നുമില്ല, ഒരു ചെറിയ ഇതുപോലെ അവരുടെ മുമ്പിലിരുന്നു. ആ പുള്ളിക്കാരൻ എന്തൊക്കെ എന്നോട് ചോദിച്ചു. എനിക്ക് അറിയുന്ന 1-2 വാക്കിൽ ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ബോംബെയിലെല്ലാം വന്നിട്ടുണ്ട്, എനിക്ക് വലിയ ഇഷ്ടമാണ് ഇന്ത്യൻസിനെ, എനിക്ക് സാരി ഉടുക്കുന്നതൊക്കെ കാണുന്നതെല്ലാം ഇഷ്ടമാണ്, അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം എന്നോട് പറഞ്ഞു. ഓക്കെ, അതൊക്കെ സന്തോഷമായി. നീ ഇവിടുത്തെ സിറ്റിസൺ ആവുമെന്നല്ല എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആളാന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, ഞാൻ ഏതായാലും നിനക്കൊരു ചെറിയ ടെസ്റ്റ് തരും, നീ ടൈപ്പിംഗ് ടെസ്റ്റാണ് തരാൻ പോകുന്നത്, നീ ടൈപ്പ് ചെയ്യുമല്ലോ പറഞ്ഞു. ഞാൻ ടൈപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം നാട്ടിൽ ഞാൻ ടൈപ്പിസ്റ്റ് ആയിട്ടാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ വന്ന് എനിക്കൊരു ടൈപ്പ് റൈറ്ററും ഒരു ചെറിയ പേപ്പറും തന്നിട്ട് ഇതിൽ ഞാൻ എഴുതി തന്നതിനെ നീ ടൈപ്പ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ശരിയെന്നോർത്ത് ഞാൻ അവിടെ ഇരുന്നു. ഞാൻ നാട്ടില് മാനുവൽ ടൈപ്പ് റൈറ്ററാണ്, ഇവിടെ എല്ലാം ഇലക്ട്രിക് ടൈപ്പ് റൈറ്ററാണ്. അപ്പൊ എനിക്ക് ഇലക്ട്രിക് ടൈപ്പ് റൈറ്ററിനോട് യാതൊരു പരിചയവും ഇല്ല. അപ്പൊ മാനുവൽ ടൈപ്പ് റൈറ്റർ ആണെങ്കിൽ നമുക്ക് മെല്ലെ മെല്ലെ അടിക്കാം. അപ്പൊ ഇത് തന്ന് ഞാൻ എല്ലാം പേപ്പറെല്ലാം ഇട്ട് ഞാൻ അടിക്കാൻ കൈ വെക്കുമ്പോഴേക്ക് അതങ്ങ് ടപ്പ ഫാസ്റ്റ് ആയിട്ട് പോകാൻ തുടങ്ങി. അപ്പൊ എനിക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ അടിക്കുന്നതൊക്കെ തെറ്റിച്ചാണ് ഞാൻ അടിക്കുന്നത്. എനിക്ക് മനസ്സിൻ്റെ അകത്ത് വളരെ ഭയവും ഭീതിയായി. ദൈവമേ, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എൻ്റെ ദൈവമേ ഇവിടുന്ന് അന്ന് ഞാൻ ദൈവത്തോട് നിലവിളിക്കുകയായിരുന്നു. അപ്പം പിന്നെ എനിക്ക് സ്ലോ ആയിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് എനിക്ക് ദൈവം കൃപ ചെയ്തു. അദ്ദേഹം ഓഫീസർ തന്നതെല്ലാം ഞാൻ തെറ്റില്ലാതെ ഞാൻ ടൈപ്പ് ചെയ്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ നിനക്കൊരു മാത്ത് ടെസ്റ്റ് തരുമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഞാൻ മാത്തിൽ ഏറ്റവും പോറാണ്. കണക്ക് എനിക്ക് ഒട്ടും അറിയില്ല. എന്നാൽ ദൈവമേ, ഞാൻ എന്തോ ചെയ്യാൻ, എന്താ കണക്കാ ഇവര് തരാൻ പോകുന്നപ്പാ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പം വളരെ ഒരു സിമ്പിൾ മാത്ത് എൻ്റെ അറിവിന് തകുന്ന വിധത്തിൽ ഒരു സിമ്പിൾ മാത്ത് എനിക്ക് തന്നു. അത് ഞാൻ ചെയ്തു. ഞാൻ അത് കൊടുത്തു. അത് കൊടുത്തത് വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച മൺഡേ മോർണിംഗ് എന്നെ വിളിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു, നിനക്ക് ഞാൻ ജോലി തരാൻ പോകുന്നു, നീ വന്ന് ഇന്ന ദിവസത്തിൽ നീ വന്ന് ഇവിടെ ജോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫോൺ എടുത്ത് ഇദ്ദേഹം പറയുന്നത് ലിസൺ ചെയ്യുന്നത് മറ്റേ ഫോണിൽ എൻ്റെ മൂത്ത മകൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എല്ലാറ്റിനും എസ് എന്ന് പറഞ്ഞ് ഞാൻ താഴെ വെച്ചിട്ട് എൻ്റെ മോനോട് പറഞ്ഞു, എനിക്ക് ഒന്നും മനസ്സിലായില്ല ഇങ്ങനെ എന്താ പറഞ്ഞതെന്ന്. അപ്പൊ അവൻ പറഞ്ഞു, മമ്മി നിനക്ക് ജോലി കിട്ടിയെന്നാണ് പറഞ്ഞത്, നാളെ മുതൽ കൊണ്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകാമെന്നാണ് അവർ പറഞ്ഞത്. അവൻ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചിരുന്നതുകൊണ്ട് അവന് നല്ലപോലെ ഇംഗ്ലീഷ് അറിയാമായിരുന്നു. എനിക്ക് അങ്ങനെ അറിയുന്നില്ല.
ഏതായാലും ഞാൻ ജോലിക്ക് പോയി. കർത്താവിന്റെ കൃപയാല് എനിക്ക് ജോലി കിട്ടി. എൻ്റെ ഭർത്താവിനും ഞാൻ ചെയ്യുന്ന കമ്പനിയിൽ തന്നെ പുള്ളിക്കാരനും ഒരു ജോലി കിട്ടി. അങ്ങനെ ഞങ്ങൾ ജോലി തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ വേറൊരു സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്ന അപ്പാർട്ട്മെന്റിൽ. പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക്, ഈ കെന്നഡി എയർപോർട്ടിന്റെ അടുത്തേക്കായിട്ട് ഞങ്ങൾ മൂവ് ആയി. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് പിന്നെയും ഒരു ബേർഡാണ്, നമുക്ക് ആരാധിക്കാനായിട്ടൊരു സ്ഥലമോ കുറച്ച് കൂട്ടുവിശ്വാസികളെല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ അത്ര നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ആരാധനയ്ക്ക് ഇവിടെ ഞങ്ങൾ അവിടുന്ന് മദ്രാസിലുള്ള ആ സഭയുടെ ചില ചെറിയ ചെറിയ സഭകൾ ഇവിടെ ഉണ്ട്. അപ്പൊ അവരോടുകൂടെ ചേർന്ന് ഞങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ തന്നെ ഒരു ചെറിയ സഭ ഇവിടെ ഉണ്ടാക്കി. അങ്ങനെ പല അംഗങ്ങൾ പലയിടത്തുനിന്ന് ജോലി ചെയ്യുന്നവരും ആയിട്ട് അവരിങ്ങനെ ന്യൂജേഴ്സിയിൽ നിന്ന് അല്പം പേരെ, കനറ്റിക്കട്ടിൽ നിന്ന് ഇങ്ങനെയെല്ലാം ഇങ്ങനെ വന്നുകൊണ്ട് ഞങ്ങൾ ആരാധിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ആരാധന തുടങ്ങി. ദൈവം അതിന് സഹായിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യമെല്ലാം ദൈവം ഭംഗിയായിട്ട് നടത്തി തന്നു. പിന്നെ അതിനുശേഷം അവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് അതിനും വളരെ പോരാട്ടം ഉണ്ടായിരുന്നു. അവർ ഇവിടെ വന്നു. 10 വയസ്സിലാണ് എൻ്റെ മൂത്ത മകൻ വന്നത്. 6 വയസ്സായിരുന്നു എൻ്റെ രണ്ടാമത്തവൻ വന്നത്. അവർക്ക് നാട്ടിൽ പോയിട്ട് വിവാഹം കഴിക്കുന്ന കാര്യത്തെല്ലാം വളരെ അവർക്കൊരു ഇതായിരുന്നു. ഏതായാലും ദൈവം ഞങ്ങൾ പ്രാർത്ഥിച്ചു, അമ്മ പ്രാർത്ഥിച്ചു. അമ്മ എപ്പോഴും വാഗ്ദത്തം എന്നോട് പറയും, ഈ വാഗ്ദത്തം എടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം ആ മൂത്ത മകന് ഒരു നല്ലൊരു ദൈവവിശ്വാസമുള്ള മകളെ, അതായത് നിങ്ങൾക്ക് പാസ്റ്ററിനറിയാം, ഷിബുവിന്റെ സിസ്റ്ററാണ് ഷിബു നിഷ. ഇന്നലെ നിങ്ങളോട് ടെസ്റ്റിമണി എല്ലാം പറഞ്ഞല്ലോ. ആ പുള്ളിക്കാരന്റെ ഷിബുവിന്റെ പെങ്ങളാണ്, മൂത്തതാണ്. ആ കൊച്ചിനെയാണ് എൻ്റെ മോന് കർത്താവ് കാണിച്ചത്. അത്ഭുതകരമായിട്ട് നടത്തി തന്ന നല്ലൊരു വിവാഹ ജീവിതം. രണ്ടാമത്തെ മോനും അതേപോലെ കർത്താവ് നാട്ടിൽ കൊണ്ടുപോയി നല്ലൊരു ദൈവഭക്തിയുള്ള ഒരു മകളെ വിവാഹം കഴിക്കാൻ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. അങ്ങനെ ഞങ്ങളെ ഇവിടെ നടത്തി. അതുമല്ല, ഞങ്ങൾക്ക് 7 ഗ്രാൻഡ് ചിൽഡ്രനെ കർത്താവ് തന്നു. അവരെല്ലാം വളർത്തിയത് അമ്മയാണ് വളർത്തിയത്. ഇവിടെ വന്നതിന് ശേഷം അമ്മയും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാള് ജോലി ചെയ്തിരുന്ന ഒരു ജൂയിഷ് സഹോദരിക്കായിരുന്നു അമ്മ ജോലി ചെയ്യുന്നത്. വാർദ്ധക്യത്തിലുള്ളവരായിരുന്നു. അവർക്ക് വേണ്ടി ജോലി ചെയ്തു. അവരോട് അമ്മ കർത്താവിനെ പറ്റി സുവിശേഷം പറഞ്ഞു. അങ്ങനെ അവരും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെയാണ് അമ്മ പിന്നെ ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് അമ്മ അവരുടെ കൂടെ അമ്മ എൻ്റെ മൂത്ത മകന്റെ വീട്ടിൽ പോയി മക്കളെ എല്ലാം വളർത്തി. അമ്മ അവരോട് കൂടെ താമസിച്ചു. ഈ കഴിഞ്ഞ ഏപ്രിൽ 17-ാം തീയതി അമ്മ അധികം ഒന്നും കഷ്ടപ്പെടാതെ 2-3 ദിവസം ഒരു ശ്വാസം മുട്ടൽ പോലെ ഉണ്ടായിരുന്നു. അമ്മ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. എൻ്റെ പ്രിയ മാതാവ് ഞങ്ങളെല്ലാം ഇത്രത്തോളം എല്ലാം നടത്തി കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്ത് കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ മക്കളെയും വളരെ ആദരിക്കുന്ന അമ്മയായിരുന്നു എൻ്റെ അമ്മ. എല്ലാ ദൈവമക്കളെയും സ്നേഹിക്കുക, എല്ലാ ദൈവമക്കൾക്കും കൊടുക്കുക, അതൊന്ന് മാത്രമേ എൻ്റെ അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്നുള്ളൂ. തനിക്കെന്ന് വേണ്ടിയിട്ട് അമ്മ ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. എനിക്കായിട്ട് എല്ലാം കർത്താവിൻ്റെ വേലയ്ക്ക്, കർത്താവിൻ്റെ മക്കൾക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് എൻ്റെ അമ്മ ഒരു ചെറിയ അസോഷ്യേറ്റ് സെക്യൂരിറ്റി അമ്മയ്ക്ക് ലഭിക്കുമായിരുന്നു. അതെല്ലാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കും. എവിടെയെല്ലാം നല്ലാണ് അമ്മ വായിക്കുന്നിടത്ത് ദൈവവേലകളെ പറ്റി കേൾക്കുമ്പോൾ ഉടനെ അമ്മ ആ പൈസ എടുത്ത് ഇവർക്ക് പിന്നെ അങ്ങാണെങ്കിൽ ഒരു ലിസ്റ്റ് വെച്ച് ഓരോ പ്രവർത്തനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കും. ഏത് ദൈവമക്കൾ വന്നാലും വീട്ടിൽ വന്നാലും അവരെ ഉപചരിക്കാനും അവർക്ക് കൊടുക്കാനും എല്ലാത്തിനും വളരെ ഉത്സാഹമായിരുന്നു. അതേ എൻ്റെ അമ്മയുടെ അതേ സ്വഭാവം അല്പം എനിക്കും ലഭിച്ചു. എനിക്കും ദൈവം അതുപോലുള്ള ഒരു ഹൃദയം തന്നു. എല്ലാ ദൈവമക്കളെയും സ്നേഹിക്കാൻ, ദൈവമക്കൾക്ക് ദൈവപ്രവർത്തനത്തിന് കൊടുക്കാൻ എല്ലാം ദൈവം എനിക്കും അതിനുള്ള ഭാഗ്യം തന്നു. എനിക്കിപ്പോൾ 71 വയസ്സായി. എനിക്ക് ദൈവം കർത്താവ് ഇത്രത്തോളം ഹെൽത്ത് എല്ലാം തന്നു, മക്കളെ തന്നു, എല്ലാ അനുഗ്രഹമായിട്ട് നടക്കുന്നു. ഗ്രാൻഡ് ചിൽഡ്രനെ തന്നു. ഞങ്ങളിവിടെ ഒരു ചെറിയ സഭയായിട്ട് ഇവിടെ അല്പം പേരായിട്ട് ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ കർത്താവ് ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് എൻ്റെ ചെറിയ സാക്ഷ്യമാണ്. ഇതാണ് ഞാൻ പറയുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്ക് അല്പം പറയാൻ കഴിഞ്ഞല്ലോ എന്ന്. എൻ്റെ സാക്ഷ്യം നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എനിക്കിങ്ങനെ ഒരു സന്ദർഭം തന്ന ആ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫ് മാത്യുവിനായിട്ട് ഞാൻ വളരെ ദൈവത്തിനെ സ്തുതിക്കുന്നു. ദൈവമക്കളെല്ലാവരും എന്നെ എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. എനിക്ക് ചിലപ്പം സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ വന്ന്
ഈ പ്രാർത്ഥന ലൈനിൽ നിങ്ങളുടെ ലൈനിൽ വന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ആത്മീയമായിട്ട് ഞാൻ കൂടുതലായിട്ട് ഇനിയും വളരണം. എനിക്ക് അതിനുള്ള ആഗ്രഹമുണ്ട്. ഞാൻ ആത്മീയമായിട്ട് കൂടുതലായിട്ട് ഞാൻ വളരണം. ഞാൻ എൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും എല്ലാം വളരെ നല്ല സാക്ഷ്യത്തോടെ എൻ്റെ അമ്മ എങ്ങനെ എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ അമ്മ കണ്ണുനീരൊഴിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഞാനും എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ഒരു മാതാവായി ഞാൻ ഇരിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈ സമയം എനിക്ക് തന്നതിനായിട്ട് ദൈവത്തിന് കോടി സ്തോത്രം. ദേവദാസനും അവിടെയുള്ള വിശ്വാസികളെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവമേ, അവിടുത്തെ മുമ്പാകെ വന്ന കർത്താവേ, ഇഴയാവുന്ന ഞാൻ ദൈവമേ, എവിടെയോ കിടന്ന കുപ്പയിൽ കിടന്നിരുന്ന വിഗ്രഹാരാധിയായിരുന്ന എന്നെ കർത്താവെ അവിടുന്ന് രക്ഷിച്ചു. ദൈവമേ, ആ രക്ഷയെപ്പറ്റി എനിക്ക് തന്ന അല്പം ആ ചെറിയ വിശ്വാസം കർത്താവെ, ഞാനൊരു വലിയ വിശ്വാസി അല്ലെങ്കിൽ ഞാൻ വളരെ സ്ട്രോങ് ഒന്നുമല്ല, ഞാൻ വളരെ സിമ്പിൾ ഫെയ്ത്തിൽ ഞാൻ വന്നതാണ് കർത്താവെ. എന്നാൽ അവിടുന്ന് അതിനെ മാനിച്ച് കർത്താവെ ഇത്രത്തോളെല്ലാം നടത്തി എന്നെ ഈ ദേശത്ത് കൊണ്ടുവന്നു. ഞങ്ങളെ കുടുംബമായിട്ട് പരിപാലിച്ചു. ഞങ്ങൾക്ക് വേണ്ടിയതെല്ലാം തന്നു. ദൈവമേ, കൂട്ടുവിശ്വാസികളെ തന്നു, പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ തന്നു. എല്ലാറ്റിനായിട്ടും ദൈവമേ ഞാൻ അവിടുത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതേ ദൈവമേ, യഹോവ ദൈവമായിരിക്കുന്നത് ഭാഗ്യമുള്ളത് കർത്താവെ. ഇതുപോലൊരു ഭാഗ്യം വേറെ എവിടെയില്ല കർത്താവെ. അവിടുന്ന് ദൈവമായിരിക്കുന്ന ജനമാണ് ഭാഗ്യമുള്ളത് കർത്താവെ. ഇന്ന് ലോകത്തിൽ അനേകർ അത് അറിയുന്നില്ല ദൈവമേ. കല്ലും മണ്ണും വിഗ്രഹവും എല്ലാം ആരാധിക്കുന്നുണ്ട് കർത്താവെ. എന്നാൽ ദൈവമേ, അതിൽ നിന്നെല്ലാം ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച് ഏകശക്തി ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച പുത്രനായ യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. ആ ജീവന് ഞങ്ങളെ പങ്കാളികളാക്കിയല്ലോ കർത്താവെ. അതിനായിട്ട് അടിയൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, നിന്റെ ദാസൻ അടിയനോട് പറയാൻ പറഞ്ഞു. അതുകൊണ്ട് ഈ സാക്ഷ്യം, ചെറിയ സാക്ഷ്യം കർത്താവെ, അടിയൻ പറഞ്ഞു അത് അനുഗ്രഹിക്കണമേ. എന്തെങ്കിലും ഞാൻ തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടെ അവിടുന്ന് എന്നോട് ക്ഷമിക്കണമേ കർത്താവെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. ബലഹീനയാണ്, എന്നാൽ എന്നെ അവിടുന്ന് അതിനെ ബലപ്പെടുത്തിയതിനായിട്ട് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ കേട്ടതായ ദൈവമേ, ഈ ചെറിയ സാക്ഷ്യം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കാനും ഒരു ചില ആത്മാക്കൾ കർത്താവിലേക്ക് വരുന്നതിനും കൂടെ ഇടയാക്കണമേ എന്ന് പറയുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്ക് കഴിയുമ്പോൾ, എനിക്ക് ഓപ്പർച്യൂണിറ്റി തരുമ്പോൾ ഞാൻ അനേകരോട് കർത്താവിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് കർത്താവെ. അതെല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ഈ ലോകത്തിൽ എനിക്ക് കർത്താവെ. അതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. എന്റെ ദാസന്മാരെയും ദാസിമാരെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ കർത്താവെ. പ്രാർത്ഥന ലൈനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എന്റെ മക്കളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ കർത്താവെ. എല്ലാ ശുശ്രൂഷകളും വിജയിച്ച് കർത്താവെ, പാസ്റ്റർ കർണാടക സ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന കാര്യത്തെ കുറിച്ച് എല്ലാം ഇന്നലെ കേട്ടു കർത്താവെ. അനുഗ്രഹിക്കണമേ എന്നാഥാ അനേക ആത്മാക്കളെ ദൈവമേ ോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങൾ എല്ലാവരും വേറെ വേറെ സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത്. എന്നാലും കർത്താവെ, അവിടുന്ന് വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടുത്തെ രാജ്യത്തിൽ ഒന്നിച്ചൊരു നാൾ കർത്താവെ നിൽക്കുമെന്നുള്ള ആ പ്രത്യാശയോടുകൂടെ ഞങ്ങൾ ദൈനംദിനം ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന നേരത്തിനായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മാനവും മഹത്വം അവിടുത്തേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ സ്തുതി സ്തോത്രത്തോടെ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ പിതാവേ. ആമേൻ. ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഇത് നിഷയാണ് ന്യൂയോർക്കിൽ നിന്ന്. ഹലോ, പ്രൈസ് ലോർഡ്. റൂത്താൻറ്റി പറഞ്ഞ സാക്ഷ്യത്തിനായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. എനിക്ക് എന്നെ വലിയതായിട്ട് എൻ്റെ ലൈഫിൽ, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളായിരുന്നു ആന്റിയുടെ അമ്മച്ചി എസ്തർ അമ്മച്ചി ഏപ്രിലാണ് കടന്നു പോയത്, ദൈവസന്നിധിയിലേക്ക് കടന്നു പോയത്. അമ്മച്ചിക്ക് 92 വയസ്സായിരുന്നു. നമ്മൾ പലരെ പറ്റി, പല ക്രിസ്ത്യൻ മിഷണറീസിനെ പറ്റി, വിശ്വാസ വീരന്മാരെ പറ്റിയൊക്കെ നമ്മൾ അവരുടെ ബയോഗ്രഫിയൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കും എന്തോ ഒരു ലൈഫാ. പക്ഷെ ഞാൻ അമ്മച്ചിയെ, എനിക്ക് ദൈവം കഴിഞ്ഞ ഒരു 10-17 വർഷം അമ്മച്ചിയെ അടുത്തറിയുവാനായിട്ട് ദൈവം എനിക്ക് ഒരു ചാൻസ് തന്നു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അറിഞ്ഞതിൽ എൻ്റെ ലൈഫിൽ റിയൽ ആയിട്ടുള്ളതിൽ ഒരു ഏറ്റവും വലിയ ഒരു വിശ്വാസ വനിതയായിരുന്നു. അതുപോലെ ഒരു പ്രെയർ വാരിയർ ആയിരുന്നു അമ്മച്ചി.
വളരെ അമ്മച്ചിയെ അറിഞ്ഞവർക്കേ അത് അറിയത്തുള്ളൂ. അമ്മച്ചി രാവിലെ 2:30 എണീക്കുമായിരുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ. മുട്ടയെ നിന്ന് പ്രാർത്ഥിക്കും 2-3 മണിക്കൂർ. അമ്മച്ചി നീ റീപ്ലേസ്മെന്റ് ചെയ്തായിരുന്നു ഒരു 10 വർഷത്തിന് മുമ്പ്. അതുവരെ അമ്മച്ചി മുട്ടയെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇതുപോലെ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മറന്നാലും അമ്മച്ചി അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു കുടുംബം ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമാണ്. ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് അത് പറയുന്നത്. അമ്മച്ചിയാണെങ്കിൽ ഷി വാസ് നോട്ട് എ റെസ്പെക്ടർ ഓഫ് എനി ഡിനോമിനേഷൻ. ദൈവത്തെ അറിയായിരുന്നു. ദൈവത്തെ വിളിക്കുന്ന ആരെയും അമ്മച്ചി ബഹുമാനിക്കുകയും സഹായിക്കുകയും ചെയ്യുമായിരുന്നു. അത് പെന്തക്കോസ്തെന്നില്ല, മാർത്തമേന്നില്ല, CSI എന്നില്ല, എവിടെയും സുവിശേഷ വേലയ്ക്ക് അമ്മച്ചി കൈത്താങ്ങ് ചെയ്യുമായിരുന്നു. അമ്മച്ചി ഇവിടെ വന്ന് ഇവിടെ അമേരിക്കയിൽ 10-40 വർഷം ജീവിച്ചു. പക്ഷെ അമ്മച്ചി ഉണ്ടാക്കിയ പൈസയെല്ലാം എവറിത്തിങ് അമ്മച്ചി സോഷ്യൽ വേലയ്ക്ക് കൊടുക്കുമായിരുന്നു. എല്ലാ മന്ത് സോഷ്യൽ സെക്യൂരിറ്റി അങ്ങനെ പോവാ. ഞങ്ങൾക്ക് അമ്മച്ചി അറിയാം. അമ്മച്ചിക്കൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കും. അങ്ങനെ ഒരു അമ്മച്ചിയായിരുന്നു. ഈ കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇവര് കുടുംബമായിട്ട് അങ്കിളും ആന്റി ആണേലും അത് അവരുടെ വീടൊരു ഹോളിഡേ ഇന്നാണ്. JFK എയർപോർട്ടിന് അടുത്താണ് അവരുടെ വീട്. പലരും നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് അമേരിക്കയിൽ വരുന്നു. ഇവരുടെ ഒരു ഫോൺ നമ്പർ മാത്രമായിട്ട് വരുന്നവരുണ്ട്. ഇവരെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. ആൾക്കാർ പലര് ആ വീട്ടിൽ വന്ന് താമസിക്കുന്നു. ഹോസ്പിറ്റാലിറ്റി. ഇപ്പോഴാണേലും വെളുപ്പിനെ ഞായറാഴ്ച 4 മണി 4:30 എണ്ണീറ്റ് ചർച്ചിൽ വരുന്ന എല്ലാവർക്കും വേണ്ടിയും ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ദൈവത്തെ എന്താ പറയുന്നത്, എൻ്റെ ലൈഫിൽ വളരെ വിരളമാണ് കണ്ടിട്ടുള്ള ആൾക്കാർ. കുടുംബമായിട്ട് അവരുടെ മക്കളാണേലും കൊച്ചുമക്കളാണേലും കൊച്ചുമക്കളാണേലും ദൈവത്തിന് വേണ്ടിയും ദൈവമക്കൾക്ക് വേണ്ടിയും എന്താ പറയുക ഹോസ്പിറ്റാലിറ്റി, അതിഥി സൽക്കാരം ആ ഒരു കുടുംബത്തിന്റെ ഒരു വലിയ ഒരു ഇതാണ്. എനിക്കെങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. എനിക്കിവരെ അറിയാവുന്ന ആന്റി പറഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി. അമ്മച്ചിയെ അറിഞ്ഞതും ഈ കുടുംബത്തെ അറിഞ്ഞതും അറിഞ്ഞതും ദൈവത്തിന്റെ ഒരു വലിയൊരു കൃപയായിട്ട് ഞാൻ കരുതുന്നു. അമ്മച്ചി, ഞാൻ ഈ കല്യാണം കഴിച്ച് വീട്ടിൽ വന്നപ്പോൾ അമ്മച്ചിയാണ് എന്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബ്രദർ ഇൻ ലോയുടെ ഗ്രാൻഡ് മദർ ആയിരുന്നു അമ്മച്ചി എനിക്ക്. പക്ഷെ അമ്മച്ചിയുടെ ആ ഒരു സ്നേഹം, ഈ കുടുംബത്തിന്റെ ഒരു സ്നേഹം, അതൊരു പ്രത്യേകതയാണ്. അത് അനുഭവിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ആ അമ്മച്ചിയിൽ നിന്ന് പഠിച്ചു. വിശ്വാസത്തെ പറ്റി, പ്രാർത്ഥനയുടെ മഹത്വത്തെ പറ്റി, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ കരുതാൻ. അമ്മച്ചിയുടെ വലിയൊരു ഫേമസ് സംഗതികളായിരുന്നു ക്യാരറ്റ് കേക്കും ബനാന കേക്കും. എവിടെ ആര് പോയാലും അമ്മച്ചി കേക്ക് കൊടുത്തുവിടും. എപ്പോഴും ആ വീട്ടിൽ കേക്ക് അമ്മച്ചി ബേക്ക് ചെയ്ത് വെച്ചിരിക്കും. നമ്മൾ ബൈബിളിൽ പറയുന്ന തബീതയെ പോലെ ഒരു അമ്മച്ചിയായിരുന്നു. തുണി തയ്ക്കത്തില്ലെങ്കിലും അമ്മച്ചി ഒത്തിരി ബേക്ക് ചെയ്യുമായിരുന്നു. അത് ആരെന്നില്ല, ആര് വീട്ടിൽ വന്നാലും അമ്മച്ചി കേക്ക് കൊടുത്തു വിടും ആർക്കെങ്കിലും ഒക്കെ. അങ്ങനെ ഒത്തിരി ഒത്തിരി ഒരു വിശ്വാസ വീര്യായ, പ്രാർത്ഥന വീര്യായ ഒരു വളരെ ഒരു എക്സംപ്ലറി ലൈഫ്. ഷി വാസ് ലൈക്ക് എ ലെജൻഡ് ഫോർ മീ അമ്മച്ചി. പിന്നെ അമ്മച്ചിയുടെ പ്രെയർ ആയിരുന്നു നോട്ട് ടു സഫർ. എപ്പോഴും പറയായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു വാക്ക് എപ്പോഴും അമ്മച്ചി പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, അന്യ കണ്ണുകളല്ല, എൻ്റെ കണ്ണുകൾ തന്നെ അങ്ങേ കാണും എന്ന് പറയും. എപ്പോഴും പറയും, ദൈവമേ ഞാൻ കിടന്നു പോയില്ല. അതുപോലെ തന്നെ അമ്മച്ചി കിടന്നില്ല. അമ്മച്ചി മരിക്കുന്നതിന്റെ ആ ഒരു ദിവസം മാത്രം, തലേ ദിവസം വരെ അമ്മച്ചി വാക്കറയിൽ ബാത്റൂമിൽ പോയി തന്നെ ചെയ്തു. അന്ന് ഒരു ദിവസം മാത്രമേ അമ്മച്ചി കട്ടിലേ കിടന്നുള്ളൂ. ആദ്യം അമ്മച്ചിയുടെ ആഗ്രഹം പോലെ, അമ്മച്ചിയുടെ പ്രാർത്ഥന പോലെ ദൈവസന്നിധിയിലേക്ക് അമ്മച്ചി കടന്നു പോയി. ഞങ്ങൾക്കൊക്കെ വലിയൊരു നഷ്ടമാണ് അമ്മച്ചി പോയത്. എനിക്കും 2 ഗ്രാൻഡ് മദേഴ്സ് ഉണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നവരായിരുന്നു. എന്നാലും ഇങ്ങനെ ഒരു എനിക്ക് എങ്ങനെയാ അത് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഐ വിഷ് നിങ്ങൾ എല്ലാവരും അമ്മച്ചിയെ അറിയാനൊരു അവസരം, ഈ കുടുംബത്തെ അറിയാനൊരു അവസരം ഉണ്ടായിരുന്നു. അതുപോലൊരു അമ്മച്ചിയായിരുന്നു പ്രാർത്ഥിക്കുന്നത്. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സാക്ഷ്യത്തിനായിട്ട് സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഒന്നിക്കും ഒരു നാൾ സ്വർഗകൂടാരത്തിൽ ഒന്നിക്കും ഞാനെന്നാൽ പൊന്മുഖം കാണാൻ